നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LGS ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് PSC മെസ്സേജ് അയച്ചു തുടങ്ങി. ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്ന ജില്ലകൾ മലപ്പുറം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലേക്കാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഡിക്ലറേഷൻ കൂടി അപ്ലോഡ് ചെയ്യാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ റിഗാർഡിംഗ് നോട്ട് അക്വയറിംഗ് എനി ഗ്രാജുവേഷൻ ആസ് ഓൺ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ബിരുദധാരി അല്ല എന്നൊരു ഡിക്ലറേഷൻ കൊടുക്കാൻ. അപ്പോൾ പത്തനംതിട്ട ജില്ലയും കോഴിക്കോട് ജില്ലയുമാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡിക്ലറേഷൻ ഫോം സാക്ഷ്യപത്രവും PSC ഇട്ട് തന്നിട്ടുണ്ട്. പത്തനംതിട്ടയുടെ സാക്ഷ്യപത്രം ഇങ്ങനെയാണ്: പത്തനംതിട്ട ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ കാറ്റഗറി നമ്പർ 535/2023 പ്രകാരം വിജ്ഞാപനം ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിക്കോ, അതായത് 17/1/2024 അവസാന തീയതി, അതിനു മുൻപോ യാതൊരുവിധ ബിരുദ യോഗ്യതയും നേടിയിട്ടില്ലെന്നും ഇതിന് വിപരീതമായി ബിരുദം നേടിയിട്ടുള്ള വിവരം മറച്ചുവെച്ച് അപേക്ഷ സമർപ്പിച്ചതായോ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായിട്ടുള്ളതായോ തെളിഞ്ഞാൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ സ്വീകരിക്കുന്ന ഏതൊരുവിധ ശിക്ഷാ നടപടികൾക്കും വിധേയമായി കൊള്ളാമെന്നും സത്യപ്രസ്താവന ചെയ്യുന്നു എന്ന് ഉദ്യോഗാർത്ഥിയുടെ ഒപ്പ്, പേര്, രജിസ്റ്റർ നമ്പർ, സ്ഥലം, തീയതി. നിങ്ങൾ ഈ ഒരു സാക്ഷ്യപത്രം, ഈ ഒരു ഡിക്ലറേഷൻ പ്രിന്റ് എടുത്ത ശേഷം നിങ്ങളുടെ പേരും ഒപ്പും രജിസ്റ്റർ നമ്പറും സ്ഥലവും തീയതിയൊക്കെ ഫില്ല് ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ പ്രൊഫൈൽ, തുളസി പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം. ഇതാണ് പത്തനംതിട്ടയുടെ സാക്ഷ്യപത്രം. കോഴിക്കോടും അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് കോഴിക്കോട് ജില്ലയിലെ അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ കോഴിക്കോടും പത്തനംതിട്ടയും ഡിക്ലറേഷൻ ഫോം വന്നിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. ഈ ഡിക്ലറേഷൻ ഫോം ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. ഈ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഹർഷിതം എജ്യൂടെക് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. അതുപോലെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തും വെച്ചേക്കാം. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് PSC പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ID പ്രൂഫ് വേണം. ID പ്രൂഫ് പ്രിഫറബിളി ആധാർ ആണ് പറയുന്നത്. അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്, SC/ST കാറ്റഗറീസിനാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, OBC ആണെങ്കിൽ നോൺ ക്രീമിലെയറും, അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷന് EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും വെയിറ്റേജസ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഈ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യുക. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. സർവീസ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. PSC വെരിഫിക്കേഷൻ ടൈം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആയിട്ട് നിങ്ങൾ വെരിഫിക്കേഷന് എത്തണം. ഓക്കെ, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് OA, അതുപോലെ ലാബ് അസിസ്റ്റന്റ്, അതായത് 10th മെയിൻസ് കോഴ്സ് വളരെ ചുരുക്കം ഫീസിൽ, വളരെ ചുരുങ്ങിയ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പുതിയ SCERT ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ആപ്പിൽ എടുക്കുന്നത് 5, 7, 9 ക്ലാസ്സുകളിൽ. പിന്നെ പഴയ SCERT, അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK, സ്റ്റഡി പ്ലാൻ എല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.